Hi dear students, let's talk history. Okay, അപ്പോൾ നമ്മൾ ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസത്തിന്റെ എക്സാം എഴുതാൻ പോവുകയാണ് ഇന്ന്. അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ കാൾ മാർക്സിന്റെ ക്യാപിറ്റലിസത്തെ കുറിച്ചുള്ള ഒരു ക്രിറ്റിസിസം ഉണ്ട്. മുതലാളിത്തത്തെ അദ്ദേഹം എങ്ങനെയാണ് ക്രിട്ടിസൈസ് ചെയ്ത് വിമർശനാത്മകമായിട്ട് കണ്ടതെന്നാണ് നോക്കുന്നത്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് 2 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെ നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും? ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതാണ്. ഷോർട്ട് ആൻസറിലും വരാം, ചിലപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും വരാം. ഓക്കെ, അപ്പം കാൾ മാർക്സിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ക്യാപിറ്റലിസത്തെ എങ്ങനെയാണ് ക്രിട്ടിസൈസ് ചെയ്തതെന്നാണ് പറയുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഓൺ ടൈമിൽ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഈ അവസാന നിമിഷത്തിൽ പഠിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എക്സാം ഹോളിൽ ചെന്നിരിക്കുമ്പോൾ നമ്മൾ 2 മാസം എടുത്ത് പഠിച്ചതിനേക്കാൾ കൂടുതൽ നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും ഉണ്ടാവുക നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റിൽ എന്താണോ നോക്കിയിട്ട് പോയത് അത് വെച്ചിട്ട് നമുക്ക് എക്സാം എഴുതാൻ സാധിക്കും. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടും മറ്റുള്ളവർ പറഞ്ഞത് അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കി. എന്നും പറഞ്ഞ് എല്ലാം കൂടി അവസാന നിമിഷം പഠിക്കാൻ വേണ്ടി വെക്കരുത് കേട്ടോ, അത് കുറച്ച് ലോഡായി പോകും. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നോക്കാം എന്താണ് കാൾ മാർക്സ് ക്യാപിറ്റലിസത്തെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്നത്. Karl Marx's critique of capitalism centered on its inherent exploitative nature, leading to worker alienation and inequality, with the prediction that it would eventually be overthrown by a socialist revolution. എന്താണ് കാൾ മാർക്ക് ക്യാപിറ്റലിസത്തെ കുറിച്ച് മെയിൻ ആയിട്ട് പറയുന്നത്? എന്താണ്? ഇതൊരു എക്സ്പ്ലോയിറ്റേറ്റീവ് നേച്ചർ ആയിരുന്നു എന്നാണ്. ചൂഷണ മനോഭാവമുള്ള ഒരു ചിന്താഗതിയായിരുന്നു ഈ എന്തെന്ന് പറയുന്നത് നമ്മുടെ മുതലാളിത്തം അല്ലെങ്കിൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഇതെന്താണ്? മെയിനായിട്ട് വർക്കേഴ്സിനെ എന്ത് ചെയ്യുന്നു? ചൂഷണം ചെയ്യുന്നു, അല്ലെങ്കിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയും അന്യവൽക്കരിക്കുകയും ദെൻ ഇനീക്വാലിറ്റീസ് നിറഞ്ഞതാണ് ഈ ക്യാപിറ്റലിസം എന്നാണ് പറയുന്നത്. അതായത് എന്താണ്? അസമത്വങ്ങളിലേക്കാണ് ഈ ക്യാപിറ്റലിസം നയിച്ചുകൊണ്ടിരുന്നത്. ദെൻ അവസാനം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇവൻച്വലി ബി ഓവർത്രോൺ ബൈ എ സോഷ്യലിസ്റ്റ് റെവല്യൂഷൻ. എന്താണ്? ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലൂടെയാണ് ഈ പറയുന്ന ക്യാപിറ്റലിസം എന്ത് ചെയ്യാൻ പോകുന്നത്? എടുത്തു കളയുവാൻ പോകുന്നത് എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ കാൾ മാർക്സ് പറയുന്നത്. നമ്മൾ നോക്കുന്നത് നമ്മുടെ മാർക്സിന്റെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്സ് ഏതൊക്കെയായിരുന്നു, അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിസത്തിനെതിരെ അദ്ദേഹം പറഞ്ഞ ആർഗ്യുമെന്റ്സ് ഏതൊക്കെയായിരുന്നു എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തൊഴിൽ ചൂഷണം എന്ന് പറയുമല്ലേ. മാർക്സ് ആർഗ്യൂസ് ദാറ്റ് ക്യാപിറ്റലിസം ഇൻഹെറന്റ്ലി എക്സ്പ്ലോയിറ്റ്സ് വർക്കേഴ്സ് ബൈ extracting surplus value, the difference between the value a worker creates and the wage they receive. അതായത് സർപ്ലസ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് മിച്ച മൂല്യം എന്ന് പറയും അല്ലേ. അതായത് തൊഴിലാളി സൃഷ്ടിക്കുന്ന മൂല്യം, അല്ലെങ്കിൽ തൊഴിലാളി സൃഷ്ടിക്കുന്ന ഒരു അവരുടെ വർക്കിന്റെ ഒരു മൂല്യമുണ്ടല്ലോ, ആ മൂല്യം അവരുടെ വേജിന് അല്ലെങ്കിൽ അവരുടെ സാലറിയിൽ കാണുന്നില്ല എന്നാണ് പറയുന്നത്. ഇതെന്താണ്? ക്യാപിറ്റലിസം വല്ലാണ്ട് നമ്മുടെ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റുകൾ വല്ലാണ്ട് നമ്മുടെ തൊഴിലാളി വർഗത്തെ അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളി വർഗത്തെ തൊഴിലാളികളെ വല്ലാണ്ട് ചൂഷണം ചെയ്യുന്നു എന്നാണ് മാർക്സിന്റെ അഭിപ്രായം. നെക്സ്റ്റ് വൺ ആണ് അലീനിയേഷൻ അല്ലെങ്കിൽ അന്യവൽക്കരണം എന്നാണ് പറയുന്നത്. അലീനിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ പറയുന്ന സർപ്ലസ് വാല്യൂ അല്ലെങ്കിൽ അവർക്ക് അവരുടെ തൊഴിലിനുള്ള കൃത്യമായ മൂല്യമില്ലായ്മ, അവരുടെ വേജിന് ആ ഒരു മൂല്യം കിട്ടായ്മ എന്താണ്? അവരെ അവരുടെ വർക്കിൽ നിന്ന്, ലേബേഴ്സിനെ അവരുടെ ലേബറിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ വർക്കിൽ നിന്നും അന്യവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ അധ്വാനത്തിൽ നിന്നും അവരുടെ ഉൽപ്പന്നങ്ങളിൽ നിന്നും സ്വന്തം ഹ്യൂമനിറ്റിയിൽ നിന്ന് തന്നെ അവരെന്ത് ചെയ്യുന്നു? അന്യവൽക്കരിക്കുന്നു. അത് അവർക്ക് എന്താണ്? അവരുടെ ജോബിനോടൊരു അകൽച്ചയും, എക്സ്ട്രാക്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകൽച്ച, അതുപോലെ തന്നെ ഡിസാറ്റിസ്ഫാക്ഷൻ, അതിനോടൊരു അസംതൃപ്തിയും ഉണ്ടാക്കുമെന്നാണ്, അതിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്. ദെൻ ക്ലാസ് സ്ട്രഗിൾ, വർഗ സമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാർക്സ് സൊസൈറ്റീനെ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ബൂർഷ്വാസീസ് അല്ലെങ്കിൽ ഓണേഴ്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദ പ്ലോറട്ടേറിയനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വർക്കേഴ്സ് അല്ലെങ്കിൽ തൊഴിലാളി വർഗം എന്ന് പറയും. ബൂർഷ്വാസികളും തൊഴിലാളി വർഗവും എന്നാണ് പറയുന്നത്. എൻഗേജ്ഡ് ഇൻ എ കോൺസ്റ്റന്റ് സ്ട്രഗിൾ ഫോർ പവർ ആൻഡ് റിസോഴ്സസ്, അധികാരത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിഭവങ്ങൾക്ക് വേണ്ടിയിട്ടും റിസോഴ്സുകൾക്ക് വേണ്ടിയിട്ടും എന്താണ്? ഈ 2 സൊസൈറ്റീസ് അല്ലെങ്കിൽ 2 ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നു? നിരന്തരമായിട്ട് തമ്മിൽ സ്ട്രഗിൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്?
ഇന്നീക്വാലിറ്റി ആൻഡ് പോവേർട്ടി എന്താണ്? ഇന്നീക്വാലിറ്റി അവസര സമത്വം, അതുപോലെ തന്നെ പോവേർട്ടി ദാരിദ്ര്യം. എന്താണ്? മാർക്സ് predicted that capitalism would lead to increasing economic inequality and poverty with the working class becoming increasingly impoverished. എന്താണ്? ഇന്നീക്വാലിറ്റി ആൻഡ് പോവർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? അസമത്വവും ദാരിദ്ര്യവും ഉണ്ടാകുന്നു. മുതലാളിത്തം എന്താണ്? സാമ്പത്തിക അസമത്വത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കുമാണ് നയിക്കുന്നത്. തൊഴിലാളി വർഗം കൂടുതൽ, വർക്കിംഗ് ക്ലാസ് കൂടുതൽ ദരിദ്രരായി മാറുന്നത്. എന്തുകൊണ്ട്? അവർ ചെയ്യുന്ന ജോലിക്ക് സർപ്ലസ് വാല്യൂ, അവർ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ള കൂലി അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ദാരിദ്ര്യത്തിലേക്കും അവസര സമത്വത്തിലേക്കും അസമത്വത്തിലേക്കും തിരിയുന്നു എന്നാണ് പറയുന്നത്. അടുത്തതാണ് ക്രൈസിസ് പ്രോൺ നേച്ചർ എന്ന് പറയും. മലയാളത്തിൽ അതിനെ പ്രതിസന്ധി നേരിടുന്ന സ്വഭാവം എന്നൊക്കെ പറയും. ഓക്കെ, ക്രൈസിസ് പ്രോൺ നേച്ചർ. ഹി ആർഗ്യൂഡ് ദാറ്റ് ക്യാപിറ്റലിസം ഈസ് ഇൻഹെറന്റ്ലി unstable and prone to cyclical crises such as economic depressions and which further exacerbates social problems. എന്താണ്? അതിനെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മുതലാളിത്തം ഇൻഹെറന്റ്ലി അല്ലെങ്കിൽ അന്തർലീനമായിട്ട് എന്താണ്? അൺസ്റ്റേബിൾ ആണ്, സ്റ്റേബിൾ അല്ല, അല്ലെങ്കിൽ അസ്ഥിരമാണ്, സ്ഥിരമായിട്ടുള്ളവയല്ല. സാമ്പത്തിക മാന്ദ്യം പോലെയുള്ള അവസ്ഥകൾ വരും, അല്ലെങ്കിൽ എക്കണോമിക് ഡിപ്രഷനൊക്കെ വരുന്ന സമയത്ത് എന്താണ്? ഇതിനൊക്കെ സാധ്യതയുണ്ടെങ്കിലും ഇത് സാമൂഹിക പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുമെന്ന് ആണ് ആര് പറയുന്നത്? നമ്മുടെ കാൾ മാർക്സ് പറയുന്നത്. അതായത് ഈ മുതലാളിത്തത്തിലൂടെ മുതലാളിത്തം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേബിൾ അല്ല, അൺസ്റ്റേബിൾ ആണ്. ഇതെന്താണ്? സൈക്ലിക്കൽ ക്രൈസിസ് അല്ലെങ്കിൽ ചാക്രിക പ്രതിസന്ധികൾ അല്ലെങ്കിൽ കാലഗണനയ്ക്ക് അനുസരിച്ചുള്ള പ്രതിസന്ധികൾ വരികയും അതുപോലെ തന്നെ എന്താണ്? എക്കണോമിക് ഡിപ്രഷൻ, സാമ്പത്തിക മാന്ദ്യമൊക്കെ കൊണ്ടുവരികയും ഇതെന്താണ്? കൂടുതൽ സാമൂഹിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ പ്രോബ്ലംസിനെ കൂടുതൽ വഷളാക്കുമെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ കാൾ മാർക്സ് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ റെവല്യൂഷൻ ആൻഡ് സോഷ്യലിസം എന്ന് പറയുന്നത്. റെവല്യൂഷൻ ആൻഡ് സോഷ്യലിസമിലെ നമ്മുടെ കാൾ മാർക്സ് എന്താണ് പറയുന്നത്? ഈ മുതലാളിത്തം എന്ന് പറയുന്നത് എന്താണ്? ഈ മുതലാളിത്തത്തെ എന്താണ്? അതിനകത്ത് ഒരുപാട് വൈരുദ്ധ്യങ്ങളും അതിനകത്ത് ഒരുപാട് കോൺട്രാഡിക്ഷൻസും ഇൻജസ്റ്റിസുകളും ഉണ്ട്. ഇതെന്താണ്? പിന്നീട് ക്യാപിറ്റലിസത്തെ ഈ ക്യാപിറ്റലിസത്തിലുള്ള ഈ ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ അനീതികളൊക്കെ എന്താണ്? ഒരു റെവല്യൂഷനിലേക്ക് തിരിക്കുകയും ഒരു വിപ്ലവത്തിലേക്ക് തിരിക്കുകയും വർക്കിംഗ് ക്ലാസ് അല്ലെങ്കിൽ തൊഴിലാളി വർഗം എന്ത് ചെയ്യും? ഇവരുടെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനോപാധികളിൽ അല്ലേ, മീൻസ് ഓഫ് പ്രൊഡക്ഷന്റെ കൺട്രോള് ആര് പിടിച്ചെടുക്കും? ഈ വർക്കിംഗ് ക്ലാസ് പിടിച്ചെടുക്കുകയും ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റിയെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യും, ഒരു സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കുകയും ചെയ്യുമെന്നാണ് കാൾ മാർക്സിന്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, അല്ലെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് കമ്മോഡിഫിക്കേഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്, അതായത് തൊഴിൽ ചരക്കം. മാർക്സ് ആർഗ്യൂഡ് ദാറ്റ് ക്യാപിറ്റലിസം കമ്മോഡിഫൈസ് ഹ്യൂമൻ ലേബർ, treating it as a mere commodity to be bought and sold in the market, thus reducing human beings to mere instruments of production. എന്താണ്? തൊഴിൽ ചരക്ക് എന്നാണ്. കമ്മോഡിഫിക്കേഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ തൊഴിൽ ചരക്ക്. ഈ മുതലാളിത്തം എന്താണ്? മനുഷ്യന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ലേബറിന്റെ ആ ഒരു അധ്വാനത്തെ, മനുഷ്യന്റെ അധ്വാനത്തെ ഒരു കമ്മോഡിഫൈസ് ചെയ്യുവാണ്, അല്ലെങ്കിൽ അതിനൊരു ചരക്കാക്കിയാണ് കാണുന്നത് മുതലാളിത്തം. അതായത് മനുഷ്യന്റെ ലേബറിനെ ഒരു ചരക്കായിട്ട് അല്ലെങ്കിൽ കമ്മോഡിഫിക്കേഷൻ ആയിട്ട് കാണുന്നു. ട്രീറ്റിംഗ് ഇറ്റ് ആസ് മിയർ കമ്മോഡിറ്റി ടു ബി ബോട്ട് ആൻഡ് സോൾഡ് ഇൻ ദ മാർക്കറ്റ്. ഇതിനെ എന്താണ്? കമ്പോളത്തിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കുന്ന ഒരു ഉൽപ്പന്നമായിട്ട് മാത്രം എന്തിനെ കാണുന്നു? മനുഷ്യന്റെ അധ്വാനത്തെ കാണുന്നു. ഇതെന്ത് ചെയ്യുന്നു? അങ്ങനെ മനുഷ്യനെ ഉൽപാദന ഉപകരണങ്ങളാക്കി മാറ്റുകയാണ് ആര് ചെയ്യുന്നത്? ഈ പ്രൊഡക്ഷനുള്ള ഇൻസ്ട്രുമെന്റ് ആക്കി മാത്രം മാറ്റുന്നു ആര്? ഈ മുതലാളിത്തം അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിസം ചെയ്യുന്നത് എന്നാണ് ആര് പറയുന്നത്? കാൾ മാർക്സ് പറയുന്നത്. ഇതാണ് കാൾ മാർക്സിന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിസത്തിനെതിരെയുള്ള ആർഗ്യുമെന്റുകൾ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ഇത് നിങ്ങൾ ഈ പോയിന്റുകൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, നിങ്ങളുടെ അഭിപ്രായത്തിൽ എഴുതുക, നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക.